അമ്മയ്ക്ക് നീ മാത്രമേ ഉള്ളൂ. ആ ഓർമ്മ എപ്പോഴും വേണം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ സുധർമ്മേ. ശരി. അല്ല, ആരാ ഇത്? ബാലപിള്ളയോ? തന്റെ ഈ ഉശിര് എവിടുന്ന് കിട്ടിയെന്നുള്ളത് ഇവിടെ വന്ന് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. അങ്ങനൊന്നില്ലേ. എന്നാ ശരി, കാണാം. വാ മോനെ. നോക്കേ, ആ പർവ്വതം വന്നിട്ട് വല്ലതും കൊണ്ട് തന്നോ സുധർമ്മേ? ഓ, നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ലേ? എന്താടാ, കാശും പണായിട്ടല്ലെങ്കിലും വല്ല ചേനയോ കാച്ചിലോ? ഇവൾ ഇത്രയും കാലം അവിടെ നിന്നതല്ലേ, കയ്യും വീശി വന്നിരിക്കുന്നു കിളവൻ. ഓ, ഇതെന്തൊരു ജന്മമാണ് എന്റെ അപ്പോ. ഞാൻ അങ്ങനെയൊക്കെ കേട്ടത് കുഞ്ഞുമേ. അവിടുത്തെ പെണ്ണും നമ്മുടെ സച്ചിയുമായിട്ട് എന്തൊക്കെയോ ബന്ധങ്ങളുണ്ടെന്നോ, അതുകൊണ്ടാ ഇങ്ങോട്ട് പോകുന്നെന്നോ ഒക്കെ അവിടെ ചെന്നപ്പോ ആളുകൾ പറഞ്ഞറിഞ്ഞതാ. ചോദിച്ച് വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി മനസ്സിലടക്കിയതാ. പക്ഷേ അവരൊക്കെ വന്ന് ഇത്രയും സ്നേഹം കാണിച്ചപ്പോ കേട്ടത് വിശ്വസിക്കാനും കഴിയുന്നില്ല. നിന്നോട് എന്തിനാ പല ഞാൻ വിളിക്കുന്നേ? ആളുകൾ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് ഒടുവിൽ ആ കുട്ടിക്ക് അതൊരു ദോഷമാവണ്ടെന്ന് കരുതിയാ ഞാൻ അവനെയും കൊണ്ട് ഇങ്ങോട്ട് പോന്നത്. കുഞ്ഞിലെ മുതൽ ഒന്നിച്ച് വളർന്നതുകൊണ്ട് അവനോടൊരു വേർതിരിവില്ലാതെ പെരുമാറുന്ന സ്വഭാവ അപ്പൂട്ടിട്ടത്. നാട്ടുകാർക്ക് ഇത്തിരി എന്തെങ്കിലും മതിയല്ലോ. അങ്ങനെയൊന്നും ഇല്ലെങ്കിലും തീയും മണ്ണെണ്ണ അടുത്തടുത്ത് വെക്കാതെ സൂക്ഷിക്കേണ്ടത് നമ്മളല്ലേ ബാല? അത് ശരിയാ. പക്ഷേ രണ്ടാളുടെയും മനസ്സ് വല്ലാതെ അടുത്തു പോയെങ്കിൽ പിന്നെ വലിപ്പച്ചെറുപ്പൊന്നും നോക്കണ്ട. ഏത് കൊമ്പത്തെ ആളായാലും കാര്യങ്ങൾ വിചാരിക്കുമ്പോൾ നടത്താൻ ഈ ബാലം വിചാരിച്ചാ പറ്റും. അതിന് പറ്റിയ സെറ്റപ്പും ഉണ്ട് ബാലന്. കുഞ്ഞമ്മ ഒരു വാക്ക് പറഞ്ഞാ മതി. അയ്യോ, അതൊന്നും വേണ്ട ബാല. നീ വിചാരിക്കും പോലെ ഒരു അടുപ്പമൊന്നും അവര് തമ്മിലില്ല. ദേ കുഞ്ഞമ്മേ, നമ്മുടെ ചെക്കന് പണത്തിനേ ഉള്ളു കുറവ്. ബാലന് ഡിഗ്രിയുടെ വലിപ്പമൊന്നും അറിയില്ല. പക്ഷെ എന്റെ അനിയച്ചാര് MBA കാരനാന്ന് പറഞ്ഞപ്പോ ചെലവന്മാരൊക്കെ അന്തം വിടുന്നത് ഞാൻ കണ്ടു. അപ്പോ അത് അത്ര വലിയ മോശം ഡിഗ്രി ഒന്നും അല്ലെന്ന് ബാലന് തോന്നി. കാശും പണമൊക്കെ പിന്നാലെ വരും കുഞ്ഞമ്മേ. മോഹിച്ച പെണ്ണിനെ കൈവിട്ട് കളഞ്ഞാ പിന്നെ വിഷമിക്കേണ്ടി വരും. അങ്ങനൊരു വിഷമം അവനുണ്ടാവരുതെന്ന് കരുതി പറഞ്ഞതാ. നിനക്ക് അവനോടുള്ള സ്നേഹം കൊണ്ട് എങ്ങനെയൊക്കെ പറയുന്നേ? സ്നേഹം ഇല്ലാതിരിക്കോ കുഞ്ഞമ്മേ? കുറെ നാള് തമ്മിൽ കാണാതിരുന്നാ തീർന്നു പോകുന്നതാണോ ഈ രക്തബന്ധം? എന്നെ കണ്ടപ്പോ സുധർമ്മയുടെ കണ്ണു നിറഞ്ഞു പോയിടോ. അവളുടെ മുഖം കണ്ടാൽ അറിയാം മനസ്സ് അവിടെങ്ങുമല്ലെന്ന്. എന്നാ കുറുപ്പച്ചനെങ്കിൽ വിളിച്ചോണ്ട് വന്നാ പോരായിരുന്നോ? ഞാൻ വിളിച്ചാൽ അവൾക്ക് വരാതിരിക്കാൻ കഴിയില്ലടോ. പക്ഷേ അവളെ എന്തോ ഒന്ന് പുറകോട്ട് പിടിക്കുന്നതായി എനിക്ക് തോന്നി. അതുകൊണ്ടാ വിളിച്ച് വിഷമിപ്പിക്കണ്ട എന്ന് വെച്ചത്. സതിമോളെ അവളെ ഞാൻ രണ്ടായിട്ട് കണ്ടിട്ടില്ലല്ലോ. സതിമോൾക്കൊരുടുപ്പ് വാങ്ങുമ്പോ അതുപോലൊരെണ്ണം സുധർമ്മയ്ക്കും വാങ്ങിയിരിക്കും. മഹേശ്വരിക്കും അവൾ മകളെ പോലെ ആയിരുന്നു. അതൊക്കെ കല്ലേലിക്ക് അറിയില്ലേ കുറുപ്പച്ച? പിഴച്ച പെണ്ണാണെന്നും പറഞ്ഞ് നാട്ടുകാര് തല്ലിക്കൊല്ലാൻ തുടങ്ങിയപ്പോ കുറുപ്പച്ചനോട് ഓടി വന്ന് പറഞ്ഞത് ഇന്നലത്തെ പോലെ എന്റെ മനസ്സിലുണ്ടേ. ആളുകളുടെ ഇടയില് പേടിച്ച് വിറച്ച് നിൽക്കുന്ന സുധാമയുടെ മുഖം എനിക്ക് മറക്കാൻ പറ്റുന്നില്ല കുറുപ്പച്ച. ഓരോരുത്തരുടെയും ജീവിതത്തില് ഇന്നതൊക്കെ സംഭവിക്കണമെന്ന് ദൈവം തീരുമാനിച്ചു വെച്ചിട്ടുണ്ടോ? എന്തൊക്കെ പറഞ്ഞാലും സുധാമയുടെ ഭാഗത്താ ന്യായം അല്ലേ കുറുപ്പച്ച? നേരാടോ. അരുതാത്തതൊന്നും ചെയ്യാൻ അവൾക്ക് കഴിയില്ല. താൻ പോയി കടന്നു.
ഒരിക്കൽ സമ്മതം തന്നിട്ട് അതിന്റെ പേരിൽ അപമാനിക്കപ്പെട്ട ഒരാളോട് വീണ്ടും അതേ കാര്യത്തിന് സമ്മതം തേടുന്നതിന്റെ ധർമ്മസങ്കടം ഞാനിപ്പോ അനുഭവിക്കുക. എന്താ അച്ഛാ ഇങ്ങനൊരു വളച്ചിട്ടു അവതരണമൊക്കെ? നമ്മുടെ അപ്പൂട്ടിക്ക് പെട്ടെന്നൊരു മനംമാറ്റം. അതവള് വക്കീലിനോട് പറയുകയും ചെയ്തു. അയാൾ അത് എന്നോട് പറയുമ്പോ എന്റെ ഉള്ളിൽ അപ്പൂട്ടിയുടെ മനസ്സിന്റെ ചാഞ്ചാട്ടമായിരുന്നു. അച്ഛൻ എന്താ പറയുന്നത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. മോനെ, ഞാനതങ്ങ് മറന്നു. നമ്മുടെ അപ്പൂട്ടി കല്യാണത്തിന് സമ്മതമാണെന്ന് അറിയിച്ചപ്പോ അത് അജയനായിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അത് ആ കുട്ടിക്ക് ഇഷ്ടമല്ലല്ലോ അച്ഛാ. നിന്നോടുള്ള എതിർപ്പല്ലല്ലോ മോനെ അന്ന് അവള് കാണിച്ചത്. അവളോട് ആലോചിച്ചില്ലായിരുന്നു പറഞ്ഞായിരുന്നില്ലേ ബഹളം? എന്നാലും ആദ്യം അപ്പൂട്ടിയോടൊന്ന് ആലോചിക്കുന്നതല്ലേ അച്ഛാ നല്ലത്? ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റു. മരണം കാത്തിരിക്കുന്ന എന്റെ കുട്ടിക്കൊരു ജീവിതം കൊടുക്കാൻ അവളെ അറിയുന്ന നീ തന്നെ വേണമെന്നാ എന്റെ ആഗ്രഹം. അച്ഛൻ അപ്പൂട്ടിയോട് ആലോചിക്കേ. ഞാൻ പോയി അവളോട് സംസാരിച്ചു. അവൾക്ക് സമ്മതമാ. അച്ഛൻ എന്തു പറഞ്ഞാലും ഒരു അച്ഛൻ. എന്താ ചെയ്ത് അച്ഛൻ കണ്ടിട്ട് ചാടാൻ പറഞ്ഞ ഉടനെ ചാടുവോ നീ? എന്താ ഭാഗ്യം നീ ഇങ്ങനെ? പിന്നല്ലാതെ ഇവനിങ്ങനെ ഛർദ്ദിച്ചതിനെ വീണ്ടും ഭക്ഷിക്കാൻ പോകുന്ന ആരാ അറിഞ്ഞ്? അച്ഛൻ പറഞ്ഞപ്പോ എനിക്ക് കേക്കണ്ട. പെറ്റു വളർത്തി എന്റെ വാക്കിന് ഒരു വില നീ കൽപ്പിച്ചില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും നിന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ആ കരുണാകരൻ പിള്ളച്ചേട്ടന്റെ മോളുടെ കാര്യം പറഞ്ഞപ്പോ നീ എന്താ മിണ്ടാഞ്ഞ്? അമ്മേ, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നല്ലേ അന്ന് പറഞ്ഞത്. ശരിയാ, പക്ഷെ കൂടപ്പുറപ്പിന്റെ കാര്യം ഓർക്കുമ്പോ നീ അങ്ങ് സമ്മതിക്കൂന്നല്ലേ ഞാൻ കരുതിയേ. ഞാൻ അവരെ വിളിച്ചു ചോദിക്കുകയും ചെയ്തു. അവർക്ക് സമ്മതക്കേടൊന്നുമില്ല. ഒരു ദിവസം തീരുമാനിച്ച് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുകയായിരുന്നു. കാര്യങ്ങൾ അവിടം വരെ എത്തിച്ചോ നീ? എന്നിട്ട് എന്നോടോ ഇവനോടോ ഒന്ന് സൂചിപ്പിക്കുക പോലും ചെയ്യില്ലല്ലോ നീ. എല്ലാവരുടെയും ഗുണത്തിന് വേണ്ടിയല്ലേ. എപ്പോഴും പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതി. മുറിക്കാത്തിരുന്ന് ചിലതൊക്കെ കേട്ടു. അച്ഛൻ പറഞ്ഞതുകൊണ്ട് വീണ്ടും ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ അജയൻ തയ്യാറായി. അതൊരു നല്ല കാര്യമല്ലേ? എന്തോ നടി, ഞാനൊന്ന് പറയട്ടെ. പൂന്തോട്ടത്തിൽ തറവാട്ടുകാരുടെ താവഴിക്കാരെ ഉപദേശിക്കാനുള്ള യോഗ്യതയൊന്നും ഈ RT ഓഫീസുകാരനില്ല. എന്നാലും പറയാ, ഈ പെണ്ണിനെ കിട്ടിയാലും ആ പെണ്ണിനെ കിട്ടിയാലും കിട്ടുന്നത് കാശല്ലേ എന്ന് വെച്ച് ഞാൻ അവരോട് പറഞ്ഞ വാക്ക് മാറ്റി പറയാൻ പറ്റുമോ? അതുപോലൊരു വാക്കല്ലേ അജയനും കൊടുത്തത്. സ്വത്തിന്റെ വലിപ്പം നോക്കിയിട്ട് രണ്ടിലേത് വാക്ക് പാലിക്കണമെന്ന് തീരുമാനിക്കും. സ്വത്തിന്റെ കാര്യത്തിൽ അവർക്കും കുറവൊന്നുമില്ല. പൂന്തോട്ടത്തിലിതാവും കൂടുതലെന്ന് സാരം. കാടും മലയായിട്ട് ഒത്തിരി കിടപ്പുണ്ടല്ലോ. എന്റെ നോട്ടത്തില് നേട്ടമുള്ള കച്ചവടം അത് തന്നെയായിരിക്കും. അച്ഛന്റെ അനുസരണയുള്ള കൊച്ചുമോനായിട്ട് നിൽക്കാനുള്ള അവസരം അജയന് കിട്ടുകയും ചെയ്യും. ഒരു വെടിക്ക് രണ്ട് പക്ഷി. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അജയ, നിന്റെ മനസ്സിൽ ഏതാണ് നല്ലതെന്ന് തോന്നുന്നു വെച്ചാ അതുപോലെ ചെയ്യാൻ. സ്വന്തം ജീവിതമാ, മറ്റാരുടെയും ജീവിതമായിട്ട് അത് കൂട്ടിയണക്കണ്ട. ദൈവമല്ലാതെ ആര് വിചാരിച്ചാലും എന്റെ ഈ തലരെഴുത്ത് മാറ്റാൻ പറ്റില്ല. അതോർത്ത് നിന്റെ സമാധാനം കളയണ്ട. ഭാഗ്യം, നീ പറയുന്നത് അനുസരിച്ചേ മതിയാവുന്ന നിർബന്ധിച്ചാൽ ഇവനത് അനുസരിക്കും. അതവന്റെ സ്വഭാവമാ. പക്ഷെ അങ്ങനൊരു മകന് വേണ്ടി സ്വന്തം പിടിവാശി കളയുന്നതല്ലേ നിനക്ക് നല്ലത്? അതൊരമ്മയുടെ കടമയല്ലേ? മോനെ, നിങ്ങളൊക്കെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണണമെന്നേ ഉള്ളൂ ഈ അമ്മയ്ക്ക്. തച്ചിക്കൊച്ചേട്ടൻ എന്താ എപ്പോഴും ഇങ്ങനെ മിണ്ടാതെ ആലോചനയൊക്കെ ആയിട്ട്? ഞങ്ങളുടെ നാട് അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ലേ? ജാനകി അമ്മയുടെ സ്വഭാവം വെച്ചാണ് പറയുന്നതെങ്കിൽ എനിക്കറിയാം. ഞങ്ങള് നാട്ടുംപുറത്തുകാര് പാവങ്ങളാ കൊച്ചാട്ടാ. ഉള്ളത് വെട്ടിത്തുറന്നങ്ങ് പറയും.
ഒന്നും മനസ്സിൽ വെച്ചേക്കത്തില്ല. എനിക്കിങ്ങനൊന്നും കേട്ട് ശീലമല്ല. അതുകൊണ്ട് ഇങ്ങനെ മിണ്ടാതെ ചിരിക്കാതെ നടക്കണോ? എല്ലാരും ഒന്നുപോലെ അല്ലല്ലോ മായേ. അതും ശരിയാ. ആ സച്ചിക്കൊച്ചേട്ടാ, നമ്മൾ പോയ അമ്പലം ഇല്ലേ, അതിന്റെ അപ്പുറത്ത് വേറൊരു ക്ഷേത്രമുണ്ട്. വലിയൊരു പാറപ്പുറത്താ. ഒന്ന് കാണേണ്ടതാ. രാജകുമാരി പാറയെന്ന് അതിന്റെ പേര്. രാജകുമാരി പറയോ? ആ, ജാനകിയമ്മായി പറഞ്ഞു തന്നതാ. കേട്ട സങ്കടം തോന്നുന്ന ഒരു കഥയുണ്ട് അതിന്. പാറയ്ക്കോ? അതേന്ന്. പണ്ട് അവിടെ ഒരു കോവിലകം ഉണ്ടായിരുന്നു. കാടിനടുത്തായിരുന്നു കേട്ടോ. അവിടെ രാജകുമാരി എന്നു പേരുള്ള ഒരു സുന്ദരി കുട്ടി ഉണ്ടായിരുന്നു. ഒരു ദിവസം ഒരു രാജകുമാരൻ കോവിലകത്തെത്തി. നായാട്ടിനിടയില് വഴി തെറ്റി വിശന്ന് വലഞ്ഞു വന്നതാണത്രേ. രാജകുമാരിക്ക് പാവം തോന്നി ആഹാരമൊക്കെ കൊടുത്ത് രാജകുമാരനെ ശുശ്രൂഷിച്ചു. ആനയും അമ്പാരിയുമായി വന്ന് നിന്നെ പട്ടമഹിഷിയാക്കി കൊണ്ടുപോകാന്ന് വാക്കും പറഞ്ഞ് രാജകുമാരൻ കൊട്ടാരത്തിലേക്ക് പോയി. പാവൻ രാജകുമാരി കൊറേ കാത്തു. രാജകുമാരൻ വന്നില്ല. മറ്റൊരാളുടെ ഭാര്യയാകാൻ മനസ്സ് വരാതെ രാജകുമാരൻ വരണേന്നും പ്രാർത്ഥിച്ച് തപസ് ചെയ്തു. തപസ് ചെയ്ത് രാജകുമാരി ഒരു പാറയായി. വലിയ പാറയ്ക്ക് മുകളിൽ രാജകുമാരി ഒരു വിഗ്രഹം പോലെയായി. പിന്നീട് ആരോ അവിടെ ഒരു അമ്പലവും പണിതു. പാറയ്ക്ക് രാജകുമാരി പാറാന്ന് പേരും ഇട്ടു. കഷ്ടം, രാജകുമാരിയെ മോഹിപ്പിച്ചിട്ട് പൊയ്ക്കളഞ്ഞില്ലേ രാജകുമാരൻ. ഇങ്ങനെ പറ്റിക്കുന്നത് പാവമാ അല്ലേ സച്ചിക്കൊച്ചേട്ടാ? സച്ചിക്കൊച്ചേട്ടൻ അങ്ങനെ ഒന്നും ചെയ്യല്ലേ. ഞാനെന്ത് ചെയ്തെന്നാ? ഇത്തിരി ചിലതൊക്കെ ഞാനും അറിഞ്ഞു. അവരുടെയും സച്ചിക്കൊച്ചാട്ടന്റെയും സാഹചര്യമൊക്കെ എനിക്കറിയാം. പക്ഷെ ആ ചേച്ചിയുടെ മനസ്സ് വല്ലാതെ വിഷമിക്കും. ആശിച്ചു പോയാ മറക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാ സച്ചിക്കൊച്ചാട്ടാ. ഈ പൊട്ടിപ്പെണ്ണ് പറയുന്നത് കേട്ട് വിഷമിക്കൊന്നും വേണ്ട. സച്ചിക്കൊച്ചാട്ടൻ ആലോചിച്ച് തീരുമാനിച്ചാ മതി. എന്തോ നാടി ഇത്ര ശൃംഗരിക്കുന്നേ? നാട്ടുകാരെ കാണിക്കാനോ? ആമ്പിള്ളേരുടെ വാലും തൂങ്ങി നടന്നോളും. പേരുദോഷം വല്ലതും കേൾപ്പിച്ചാലേ തന്തയും തള്ളയൊന്നുമില്ല, വാരിക്കോരി കൊടുത്ത് കെട്ടിച്ചയക്കാൻ. എന്തോ നാടി മിഴിച്ചു നോക്കുന്നേ? വീട്ടിൽ പോടി അസത്തെ, വീട്ടിൽ പോടി അസത്തെ. പെമ്പിള്ളേരെ വലക്കാനായിട്ട് നടന്നോളും. എവിടെയാണോ അയാള്? വരുമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് സമയത്രായി. ഇപ്പൊ എത്തും സാർ. അങ്ങനെ എത്തുമെന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ പറ്റുന്ന കേസല്ല ഇത്. എന്റെ കൂടപ്പിറപ്പ് നഷ്ടപ്പെട്ടതിന്റെ വേദന, ജീവൻ വിട്ടുപിരിയുന്നതിന് മുമ്പ് അവൻ അനുഭവിച്ച പിടച്ചിൽ ഒക്കെ എനിക്ക് അവളെ മനസ്സിലാക്കിക്കണം. അതിനു വേണ്ടിട്ടാ അവള് പുറത്തിറങ്ങുന്ന ദിവസവും കാത്ത് ഞാൻ ഇത്രയും നാളും. വിളിക്കണോ അയാളെ? ദേ, ഞാൻ ഒന്നുകൂടി ചോദിക്കുക, ആൾ എഫിഷ്യന്റ് ആണല്ലോ? അവള് കയ്യിൽ നിന്ന് വഴുതി പോയിട്ട് അവസാനം ഞഞ്ഞാ കുഞ്ഞാ പറഞ്ഞാലുണ്ടല്ലോ. ഒലത്തി
ഈസ്റ്റേൺ